ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. നമ്മുടെ ഹല്ലേലൂയ DP മിനിസ്റ്ററുടെ പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബസ്മതി കോശി പാസ്റ്ററാണ് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ മീറ്റിംഗിന്റെ അവസാനം ദാസൻ പാസ്റ്റർ MK സ്കറിയ പാസ്റ്റർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കും, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എല്ലാവരും ദിവസത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷിക്കാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. നല്ല പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം. ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ DPM പ്രയർ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ ദൈവം സഹായിച്ച നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ മീറ്റിംഗിൽ ഇടിച്ചെന്ന കർത്താവിന്റെ അഭിഷക്തൻ പാസ്റ്റർ ജെയിംസ് വർഗീസ് പാസ്റ്റർ, ഡിവൈൻ പ്രയർ മിനിസ്ട്രീസിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ വർഗീസ് ബൈ പാസ്റ്റർ, പ്രിയ റെനി ആൻഡി സ്കറിയ പാസ്റ്റർ, പ്രിയ ജോയ് ചാൻഡ് രാജൻ സാറ്, മറ്റ് സീനിയർ പാസ്റ്റേഴ്സ്, ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാനും പ്രത്യേകിച്ച് പ്രാർത്ഥിപ്പാനും ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും ഒക്കെ ദൈവം നൽകിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കാൻ തന്ന നല്ല അനുഭവങ്ങളെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ദൈവ കൃപ നമ്മുടെ മേൽ പകരപ്പെടാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു വാക്യം വേഗത്തിൽ വായിക്കുന്നു. ദൈവസ്ഥനിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് വേദചിന്തയിലേക്ക് നമുക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള ചില വാക്യങ്ങൾ. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യേശുവിന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. യേശു പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്തിനാൽ ഉറങ്ങുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന ഏറ്റവും സുപരിചിതമായ ഒരു ഭാഗം യേശു കർത്താവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയാണ്. യേശു കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. അത് യേശുവിന്റെ ശ്രേഷ്ഠമേറിയ ഒരു പ്രാർത്ഥനയാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൽ നിന്ന് 2-3 ചിന്തകൾ വേഗത്തിൽ ഓർപ്പിച്ച് സമയത്തിന് തന്നെ ക്ലോസ് ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. രാവിലെ ഞാൻ ഇതിനകത്ത് കയറിയെങ്കിലും നെറ്റിൻ്റെതായ ചില പ്രയാസം എനിക്കുണ്ടായി, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും അത് ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കും. സ്വതന്ത്ര യേശു കർത്താവിന്റെ സമാപന സമയങ്ങൾ. യേശു കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. എന്നാൽ ആ ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തന്റെ അടിമ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുന്നു. ആ യേശു കടന്നു ചെന്ന് ഗെത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗ്യങ്ങളാണ് നമ്മൾ വായിച്ചത്. യേശുവിന്റെ പ്രാർത്ഥനയിൽ 2-3 ചിന്തകൾ മാത്രം ഗെത്സമനയിൽ ആ അനുഭവത്തോട് ചേർന്ന് ഞാൻ പറയാം, വിശദമായിട്ട് അല്ലെങ്കിൽ ചുരുക്കമായിട്ട്. അതില് 1-2 ചിന്ത, യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. അവൻ അതിന്റെ 40-ാം വാക്യത്തില് നമ്മളത് വായിക്കുന്നു. 46-ാമത്തെ വാക്യത്തിലും അത് വായിക്കുന്നു. പരീക്ഷയിൽ അകപ്പെടാതെ ഇരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ശിഷ്യന്മാരോട് പറയുന്ന ഒരു പദമാണ് അവൻ സ്തോത്രം. പ്രാർത്ഥന എന്തിനാണ്? നാം പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം, നാം മറ്റുള്ളവരുടെ വിടുതലുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥനയാൽ അനേകർ വിടുവിക്കപ്പെടും, അനേകർക്ക് സൗഖ്യമുണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്ന പരീക്ഷകളെ നമുക്ക് ജയിക്കാൻ കഴിയുന്നില്ല. നമുക്കതിനെ ജയിക്കാനായിട്ട് കഴിയാത്തതിന്റെ ഒരു കാരണം, ഞാൻ
ഈ ചിന്തകളൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ചില എന്റെ കണ്ണിന്റെ മുൻപിൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്നിടത്ത് പലരുടെ അനുഭവങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നാളുകളിൽ ദൈവമക്കളായ ദൈവദാസന്മാരായവർ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ ആമേൻ, എന്റെ പ്രാർത്ഥനയാൽ അനേകർ വിടുവിക്കപ്പെടുമ്പോൾ ആമേൻ സഹിക്കുവാൻ വയ്യാത്ത പരീക്ഷകൾ ഞങ്ങൾക്ക് തരരുതേ. അത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അനേകർ വിടുവിക്കപ്പെട്ടു കഴിഞ്ഞ് നാം പരീക്ഷയിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് ഒരുപക്ഷെ നിൽക്കുവാൻ കഴിയുമോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ പരീക്ഷകൾ പലതും ഒഴിഞ്ഞു പോകുന്നത് നമ്മുടെ മുൻകൂട്ടിയുള്ള പ്രാർത്ഥനയാണ്. മുൻകൂട്ടിയുള്ള പ്രാർത്ഥന, പരീക്ഷ വന്നു കഴിഞ്ഞുള്ള പ്രാർത്ഥനയല്ല, പരീക്ഷയ്ക്ക് മുൻപേ ഉള്ള പ്രാർത്ഥന. ചിലപ്പോൾ നമ്മുടെ മനസ്സ് തകരുന്ന ചില സന്ദർഭങ്ങൾ, നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ, നമ്മൾ എത്ര സഹിഷ്ണുതയുള്ളവരാണെങ്കിലും മോശയ്ക്ക് പറ്റിയതുപോലെ ചില അവിവേകങ്ങൾ പറഞ്ഞു പോകുന്ന നിമിഷങ്ങൾ. എന്നാൽ അത് ഒഴിഞ്ഞു പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മുൻകൂട്ടിയുള്ള പ്രാർത്ഥന. കർത്താവേ എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ നിശ്ചയമായും നമ്മുടെ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവ സ്നേഹവാനായ ദൈവം. നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തൻ തന്നെയാ ദൈവമക്കളെ. സ്തോത്രം. ഈ പരീക്ഷയൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലൂടെ കയറി ഇറങ്ങി കടന്നു പോകും. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ സ്തോത്രം, നമ്മൾ അത് പ്രത്യേകം തിരിച്ചറിയണം. പരീക്ഷ ഉണ്ടാകുന്നത് നമ്മുടെ സ്വഭാവത്തോടുള്ള ബന്ധത്തിന്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലവിധ സ്വഭാവങ്ങൾ ഉണ്ടെന്ന് വരാം. അത് ജഡത്തിന്റെ സ്വഭാവങ്ങളാണ്. ഇത് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് മാറിയോ ഇല്ലയോ എങ്ങനെ അറിയാം? പരീക്ഷിച്ചാലേ അറിയത്തുള്ളൂ. ആ പരീക്ഷ സാത്താൻ വ്യത്യസ്ത നിലകളിൽ കൊണ്ടുവരും. അപ്പോൾ ആ പരീക്ഷ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ജയിക്കണം. നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? സ്വയശക്തിയാൽ അതിന് കഴിയില്ല. ഇതാരൊക്കെ ശ്രദ്ധിക്കുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് ഞാനിത് മൊബൈലിലാണ് കൂടെയാണ് ഞാൻ കയറിയിരിക്കുന്നത്. എല്ലാ ദൈവമക്കളോടും ഞാൻ പറയാം, എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാം, ദൈവമക്കളെ, നമുക്ക് സഹിക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ വരുമ്പോൾ ഒറ്റ വാക്ക് ദൈവത്തോട് പറയുക, അപ്പാ എന്നെ കൈവിടരുത്, ഇവിടെ എനിക്ക് നിൽക്കാൻ വയ്യ. വെറുതെ കർത്താവ് അത് കേൾക്കും, നമ്മോട് കരുണ കാണിക്കും, നമ്മെ ശ്രദ്ധിക്കും. നിശ്ചയമായും ദൈവം നമ്മെ ഓർക്കും, പരീക്ഷകൾക്ക് നീക്കുപോക്ക് തരും. സ്വത്രം. ആമേൻ. യാക്കോബ് പറയുന്നു, അറിയാവുന്ന വാക്യങ്ങളാണ് ഞാൻ വാക്യം വായിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. എന്തിന് പരീക്ഷ? കൊള്ളാകുന്നവനായി തെളിയാണ്. അപ്പൊ അതിൽ തോറ്റാലോ വീണ്ടും പരീക്ഷ. പഴയ നിയമത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഈ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവര് ഏറ്റവും കൂടുതൽ ഉഴന്ന് നടന്നതിന്റെ കാരണം വാഗ്ദത്തത്തിൽ അവർക്ക് പൂർണ്ണമായ വാഗ്ദത്തത്തിൽ എത്താൻ കഴിയാതെ പോയതിന്റെ കാരണം മറ്റൊന്നല്ല, പരീക്ഷകളിൽ അവർ തോറ്റുപോയി. അവർക്കതിനെ ജയിക്കാൻ കഴിഞ്ഞില്ല. അവർ ദൈവത്തെ പരീക്ഷിച്ചു 10 പ്രാവശ്യം. നമുക്കറിയാം, ഏതാണ്ട് 2 വർഷം കൊണ്ട് കാദേശ് ബർന്നയിൽ വന്നവർ 38 വർഷം കൊണ്ട് ബാക്കിയുള്ള 10-15 സ്ഥലങ്ങൾ ചുറ്റി നടന്നു. എന്തുകൊണ്ട് ചുറ്റി നടന്നു? വേഗത്തിൽ ദൈവത്തിന് എത്തിക്കാൻ വയ്യാത്തത് കൊണ്ടല്ല. ദൈവം ഷടിച്ച, ദൈവം എഴുതി വെച്ച, പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീഴണം. അത് വീഴുന്നത് വരെ നിങ്ങളുടെ മക്കൾ ഉഴന്നു നടക്കും എന്ന് പറഞ്ഞാൽ അവർ അക്ഷരാർത്ഥത്തിൽ അവരുടെ മരണമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജഡ സ്വഭാവങ്ങൾ ഇവിടെ മരിച്ചേ പറ്റൂ. അതിനാരെ നമുക്ക് വേണമെന്ന് ദൈവത്തിനറിയാം. ആ നിലയിൽ നമ്മെ
പരീക്ഷിക്കാൻ പല നിലകളിൽ ദൈവം വ്യക്തികളെ ഒരുക്കും, മനുഷ്യരെ ഒരുക്കും, മറ്റുള്ളവരെ ഒരുക്കും, രോഗങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവമക്കളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്വഭാവം പോയാൽ സകലതും പോയി. നമ്മുടെ സമ്പത്ത് പോയാൽ ഒന്നും പോകാനില്ല. സമ്പത്ത് പോകും, അത് വരും. അവന്റെ സ്വന്തം ആരോഗ്യം പോയാൽ പകുതി പോയി, എന്ന സ്വഭാവം പോയാൽ മുഴുവനും പോയി. അതുകൊണ്ട് സ്വഭാവം നമ്മൾ കളയരുത്. നമ്മൾ ക്രിസ്തുയേശുവിന്റെ സ്വഭാവമുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളെ നമുക്ക് ജയിക്കാൻ കഴിയണം. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ കൊള്ളാകുന്നവരായി തെളിയണം. ആമേൻ. സ്വന്തം ദൈവം പരീക്ഷയ്ക്കായി ഏൽപ്പിക്കുമോ? ആ പരീക്ഷ എന്ന് പറയുമ്പോൾ ദോഷങ്ങളാലുള്ള പരീക്ഷയല്ല, നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കാൻ വേണ്ടിയുള്ള പരീക്ഷയാണ്. നമ്മുടെ സ്വഭാവങ്ങൾ ക്രമീകരിക്കപ്പെടാനുള്ള പരീക്ഷ. നമുക്കറിയാവുന്ന 1-2 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം. സ്തോത്രം. നമുക്ക് ആ വാക്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വേദവാക്യങ്ങളാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി ഈ 40 സംവത്സരം നോക്കിക്കേ, എന്തിന് ദൈവം പരീക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്നു? അവൻ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്തെന്നറിയാൻ. മറ്റൊന്ന്, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്നറിയാൻ. സ്വന്തം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്നെ ദൈവത്തിനറിയണം. ഈ പ്രഭാതത്തിൽ അവൻ വിശദീകരണമില്ലാതെ ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കട്ടെ, ദൈവവേദനേ, നമുക്ക് ഹൃദയം കൊണ്ടൊരു തീരുമാനമെടുക്കാം. അപ്പാ, അങ്ങയുടെ വചനം, അങ്ങയുടെ പ്രമാണം അനുസരിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് എന്റെ ദൈവത്തിനറിയണം. 2, ഹൃദയത്തിലിരിക്കുന്നത് എന്തെന്ന് ദൈവത്തിനറിയണം. അവൻ മാറ ജീവിതത്തിൽ വന്നു. അവൻ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ചെങ്കടല് മുൻപിൽ വന്നു, മാറാ വന്നു. എന്താ ഈ ചെങ്കടല് വന്നത്? ദൈവത്തിന് ഇതെല്ലാം വെട്ടി തുറന്നങ്ങ് കൊണ്ടുപോകാൻ പറ്റും. ദൈവം എന്തിനും അവൻ ചെങ്കടലിലൂടെ നടത്തി. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ വായിക്കുന്നുണ്ട്. അവൻ എന്തിനും മാറായിലെത്തി. ദൈവം പറഞ്ഞത്, ആമേൻ, ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് തരും. ഇവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പാലും തേനുമാണ്, അവരുടെ ചിന്ത പാലും തേനുമാണ്. എന്നാൽ മരുഭൂമിയിലേക്ക് ചെങ്കടൽ കടന്ന് ഇവർ മരുഭൂമിയിൽ കാൽ കുത്തിയപ്പോൾ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളം പോലും കിട്ടാതെ വരുമ്പോൾ മാനസിക നില എന്താ? അങ്ങനെ ഇരിക്കുമ്പോൾ അവരൊരു ഉറവ കണ്ടു. ഓടിച്ചെന്നത് കുടിക്കാൻ അവർ ശ്രമിച്ചു. അവർ കുടിച്ച് വായിലേക്ക് വെച്ചപ്പോൾ അത് കഴിക്കുന്നു. അപ്പോഴത്തെ ആ ഒരു പ്രതിനിധി എന്തായിരിക്കുമെന്നൊന്ന്, ആ പ്രതിനിധി എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. വായിലോട്ട് വെള്ളം കിട്ടാതെ 3 ദിവസം ഉഴന്ന് നടന്നവർ വെള്ളം കണ്ടു. ആ വെള്ളം കോരി വായിലേക്ക് വെച്ചപ്പോൾ അത് കഴിക്കുന്നു. ഒരു തുള്ളി പോലും അകത്ത് എല്ലാം പറ്റുന്നില്ല. ആകെ ബുദ്ധിമുട്ട്. അവരുടെ ഹൃദയത്തിൽ ഇരുന്നതൊക്കെ അവിടെ വെളിയിൽ വന്നു. സ്വന്തം എന്തിനാ പരീക്ഷ? ജീവിതത്തിൽ സ്വഭാവങ്ങൾ നന്നാക്കാൻ. പ്രൈസ് ദി ലോർഡ്. അകത്തിരിക്കുന്നത് എന്തെന്നറിയാൻ വേഗത്തിൽ ഞാൻ ആ ഭാഗം പറഞ്ഞു പോകട്ടെ. സ്വന്തം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ, നിലവാരങ്ങൾ എങ്ങനെയാകണം, ഏത് നിലകളിലാകണം എന്ന് നാം തിരിച്ചറിയണം. സ്വന്തം. അതിന് അവരവിടെ തോറ്റുപോയി. തോറ്റവരെ വീണ്ടും ദൈവം പരീക്ഷയിലൂടെ കടത്തിവിട്ടു. അവർക്ക് ആ പരീക്ഷയിൽ പലപ്പോഴും ജയിക്കാൻ കഴിയാതെ പോയത് കൊണ്ട് അവരിൽ പലരും വാഗ്ദത്തം പ്രാപിച്ചില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കണം, വാഗ്ദത്തം ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്തം എന്തെങ്കിലുമൊക്കെ കണ്ട് കണ്ണിന് സംതൃപ്തിയും മനസ്സിന് കുളിർമയും പ്രാപിക്കുകയല്ല. ദൈവമക്കളെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വാഗ്ദത്തം എന്ത്? ആ വാഗ്ദത്തം പ്രാപിപ്പാൻ നാം
സമർത്ഥരാകണം, പരീക്ഷകളിൽ നാം ജയിക്കണം. അടുത്ത ഒരു ഭാഗം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. 2 ദിനവൃത്താന്തം അതിന്റെ 32-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാ രാജാവിനെ കുറിച്ച് പറയുന്നു. എങ്കിലും ദേശത്തിൽ സംഭവിച്ച അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിൽ ഉള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം ഹിസ്കിയാവിനെ വിട്ടുകൊടുത്തു. ആരുടെ കയ്യിൽ വിട്ടുകൊടുത്തു? ബാബേലിലെ ദൂതന്മാരുടെ കയ്യിൽ വിട്ടുകൊടുത്തു. എന്താ ഹിസ്കിയാവിനുണ്ടായ പരീക്ഷ? ഹിസ്കിയാവിന്റെ കാലത്ത് നമുക്കറിയാം, ആമേൻ, അശ്ശൂർ രാജാവിനെ ജയിക്കാൻ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ ദൂതനിറങ്ങി 1,85,000 എണ്ണത്തെ തകർത്തു കളഞ്ഞു. അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗമുണ്ടായി. ആ രോഗത്തിന്റെ മേൽ അത്തിപ്പഴക്കട്ട കൊണ്ടുവച്ച് ആമേൻ ആ രോഗത്തിന് സൗഖ്യമായി. നമുക്കറിയാം ആ രോഗവും അതിന്റെ കാഠിന്യങ്ങളും ആ കരച്ചിലും എല്ലാം നമുക്കറിയാം. സൗഖ്യം പ്രാപിച്ചു. എന്നാൽ സൗഖ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേശം മുഴുവനും അറിഞ്ഞു ഹിസ്കിയാ രാജാവിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു. ആ അത്ഭുതം കാണാൻ ബാബേലിൽ നിന്ന് ചില പ്രഭുക്കന്മാർ വന്നു. അവർ വന്ന് ഹിസ്കിയാവിനോട് കാര്യം ചോദിച്ചപ്പോൾ ആമേൻ ബാബേലിൽ നിന്ന് വന്ന ഈ ദൂതന്മാരോട് ഹിസ്കിയാവിന് ദൈവം ചെയ്ത അത്ഭുതത്തെ കുറിച്ചോ ആ ദൈവത്തെ കുറിച്ചോ ഒരു വാക്കുപോലും പറയാതെ തന്റെ കൊട്ടാരത്തിലുള്ള മഹത്വത്തെ കുറിച്ച് താൻ കാണിച്ചു. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായി. അതാണ് വായിച്ചത്. അവരെ പരീക്ഷിക്കേണ്ടതിന് ദൈവം വിട്ടുകൊടുത്തു. ഇന്ന് പകൽ ഓർക്കണം, പ്രാർത്ഥിച്ച് വിടുതൽ അനുഭവിക്കുന്ന ദൈവമക്കൾ, ആമേൻ, ആരാധിച്ച് സൗഖ്യങ്ങൾ പ്രാപിക്കുന്ന ദൈവമക്കൾ, അതിശക്തമായ നിലയിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവമക്കളെ, നമുക്ക് തരുന്ന ലഭിക്കുന്ന സമയങ്ങൾ ഇതുപോലെ ചിലപ്പോൾ പരീക്ഷിക്കപ്പെട്ടെന്ന് വരാം. ആമേൻ, ഞാൻ വിശദീകരണമില്ലാതെ നിർത്തുന്ന സമയം ആമേൻ പരിമിതമാണല്ലോ. എന്നാൽ ആ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത്, നാം പ്രാപിച്ച ദൈവത്തിന്റെ കൃപയെ മറന്ന് മറ്റൊരു പദം നമ്മുടെ നാവിൽ നിന്ന് വരരുത്. ഞാൻ പ്രാപിച്ച സൗഖ്യം എന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പ്രാപിച്ച അനുഗ്രഹം എന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പ്രാപിച്ച നന്മകൾ എന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ഇത്രത്തോളം വന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാണ് എന്ന് നമുക്ക് പറയുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആമേൻ, പരീക്ഷകൾ ജീവിതത്തിൽ വരുമ്പോൾ ആ പരീക്ഷകളെ ജയിക്കാൻ ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, വരട്ടെ, ആമേൻ, അതിനെയൊക്കെ നമുക്ക് ജയിക്കാൻ കഴിച്ച് ആമേൻ. എന്നാൽ ചില സന്ദർഭങ്ങൾ നാം തളർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. സിംഹത്തെ പോലെ ശൂരനായ ഹൃദയമുള്ള ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ രാജാഭിഷേകമുള്ളവനെങ്കിലും ഇപ്പോൾ ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. രാജാഭിഷേകമുള്ളവനാണ് ഞാൻ, ശൂരഹൃദയമുള്ളവനാണ്, സിംഹഹൃദയമുള്ളവനാണ്. ആ ഹൃദയമുള്ളവൻ പറയുകയാണ്, ഞാനിപ്പോൾ ധൈര്യഹീനനായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ, നമുക്ക് എതിരെ വരുന്ന ചിലത് ഒഴിഞ്ഞു പോകാൻ ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം ചെയ്യണം. കർത്താവേ, എന്റെ പ്രാർത്ഥന കൊണ്ട്, ആമേൻ, എന്റെ ജാഗരണം കൊണ്ട് അനേകർ വിടുവിക്കപ്പെടുമ്പോൾ എന്റെ കാര്യങ്ങളിൽ അങ്ങ് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന്, ഉണരുക എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള ഉറക്കം അവിടെ ഉണ്ട്. അപ്പോൾ തന്നെ സാഹചര്യം മനസ്സിലാക്കി ഉണരണം എന്ന് പറഞ്ഞാൽ, നീ വന്നിരിക്കുന്ന സാഹചര്യം ഏതാണ്, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, ആ സാഹചര്യം എങ്ങനെയുള്ളതാണ്, അത് തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കാൻ ഉണരണം. ആമേൻ. എല്ലാ സാഹചര്യവും ഒരുപോലെയല്ല. സാഹചര്യങ്ങളെ ദൈവമക്കൾക്ക് പ്രത്യേക ഒരു വിവേചന വരം ഉണ്ടാകണം. സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ, അതിനെ മനസ്സിലാക്കാൻ ഒരു വിവേചന വരം ഉണ്ടാകണം. അപ്പൊ സാഹചര്യം അറിഞ്ഞ് നമ്മൾ ഉണർന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ മേൽ ജയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം. യേശു കർത്താവ്
ഉറങ്ങുന്നു. ഉറങ്ങുന്നതിന്റെ കാരണം ആമേൻ അവർ വിഷാദത്താൽ ഉറങ്ങുന്നെന്ന് നമ്മൾ അതിന്റെ 45 വാക്യത്തിൽ വായിച്ചത്. വിഷാദം നോക്കിക്കേ, ഒരു ദൈവ പൈതലിനെ തകർക്കുന്ന ഒന്നാണ് വിഷാദം. നിസ്സാരമായ ചില വിഷയങ്ങൾ നമ്മുടെ കാതിൽ കേട്ടാൽ, നിസ്സാരമായ ചില കാര്യങ്ങൾ നമ്മുടെ കാതിൽ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ കാട് കയറി ചിന്തിച്ച് മനസ്സ് വിഷാദിച്ച് പ്രാർത്ഥന പോലും മുടക്കി, പ്രാർത്ഥനയിൽ ഒന്ന് ശക്തിപ്പെടാൻ പോലും കഴിയാതെ നാം തന്നെ ബലഹീനരാകുന്ന എത്രയെത്ര അനുഭവങ്ങളുണ്ട് ദൈവമക്കളെ. ഈ പ്രഭാതത്തിൽ അങ്ങനെയൊക്കെ കയറി വരുന്ന ആ വിഷാദം ഉണ്ടാക്കുന്ന ശക്തികളെ അത് കേറാൻ അനുവദിക്കാതെ ആത്മാവിൽ അതിനെ വെട്ടി പ്രാർത്ഥിക്കണം, അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനമെന്ന വാൾ നമ്മുടെ വായിലുണ്ടാകണം. ആ വചനത്തിന്റെ വാള് കയ്യിലുണ്ടെങ്കിൽ നമുക്കതിനെ ശക്തിയോടെ വെട്ടാനായിട്ട് പറ്റും. അത് കയറി വരാതെ അതിനെ ജയിക്കാനായിട്ട് പറ്റും. ആമേൻ. ഈ പ്രഭാതത്തിൽ ആമേൻ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആമേൻ അത് തിരിച്ചറിയട്ടെ. സ്വന്തം ആമേൻ അവിടെ വിഷാദം, അവർക്ക് വിഷാദം വന്നതിന്റെ ഒരു കാര്യം ആ അധ്യായത്തിൽ അതിന് 24 അവരുടെ ഇടയിൽ തങ്ങളിൽ ആരാണ് വലിയവനെന്നൊരു ചിന്തയുണ്ടായി. യേശു കർത്താവിനോട് പറഞ്ഞു, ഞാൻ പോകാൻ പോകുക. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരുടെ ഹൃദയം ഭരിക്കുന്നത് ആരാണ് ഞങ്ങൾ വലിയവൻ, ആരാണ് ഞങ്ങൾ വലിയവൻ, അടുത്ത നേതാവ് ആരാകും. ആമേൻ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ലോകത്തിന്റെ ചിന്ത വിഷാദത്തിലേക്ക് നയിക്കുമ്പോൾ ആത്മസാന്നിധ്യം പ്രാപിച്ച ദൈവമക്കൾ, ആത്മാവിൽ ജീവിക്കുന്ന ദൈവമക്കൾ അതിനെ ജയിക്കുവാൻ മനസ്സ് വെക്കണം. സ്വന്തം അതിനെ ജയിക്കാനായിട്ട് നാം മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്വന്തം ഈ പ്രഭാതത്തിൽ നമുക്ക് പരീക്ഷയുടെ മേൽ ആമേൻ നമുക്കെതിരെ കടന്നു വരുന്ന ആ പരീക്ഷകളുടെ മേൽ ഒരു ജയം പ്രാപിക്കാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ആത്മാവിൽ ഒന്ന് ഉണരാം. ആമേൻ. സ്വന്തം അവിടെ ഒരു വാക്യം കൂടെ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ യേശു കർത്താവിന്റെ അനുഭവം നോക്കിയേ. 41 വാക്യത്തിൽ താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ ആമേൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത 43 യേശുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. അപ്പൊ ഇവരെക്കാളിലെല്ലാം ഭാരം യേശുവിനുണ്ട്. യേശു വലിയ പ്രാണവേദനയിലായെന്നാണ് വായിക്കുന്നത്. അത്രമാത്രം വേദനയോടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു തലത്തിൽ എന്റെ യേശു കർത്താവായിരിക്കുമ്പോൾ ആമേൻ സ്വത്രം താൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ മാനുഷിക നിലയിൽ തന്നിലേക്ക് വരുന്ന ലോക മനുഷ്യന്റെ പാപം, ലോകജനത്തിന്റെ പാപം, അല്ലെങ്കിൽ ആ പാപം വിശുദ്ധനായ യേശുവിന്റെ ശരീരത്തിലേക്ക് അതൊന്ന് ഏറ്റുവാങ്ങുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. താൻ അത്രമാത്രം പ്രാണവേദനയിലായി താൻ പ്രാർത്ഥിക്കുകയെ. കഴിയുമെങ്കിൽ എന്നിട്ട് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, എന്റെ ചിന്ത ഞാനിവിടെ പറയട്ടെ. യേശു കർത്താവിനെ ശക്തിപ്പെടുത്താൻ യഹോവ ഒരു ദൂതനെ അയച്ചു. യേശുവിനെ ശക്തിപ്പെടുത്തി. ആമേൻ. പുതിയ നിയമ വിശ്വാസികളാകുന്ന യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാകുന്ന നമ്മെ ശക്തിപ്പെടുത്താൻ ഒരുപക്ഷെ ദൂതൻ വരത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. എന്നാൽ ദൂതൻ വന്നില്ലെങ്കിലും നമ്മുടെ അകത്ത് പകർന്ന ആത്മശക്തി, ആത്മാവിന്റെ ബലത്താൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. ലേഖനത്തിൽ അതാണ് പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെട്ട് ജീവിച്ചെങ്കിലേ നമുക്ക് ഈ പരീക്ഷയുടെ അനുഭവങ്ങളെ ജയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഞാൻ ഈ പ്രഭാതത്തിൽ ഈ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഈ വചനം ഇവിടെ ക്ലോസ് ചെയ്യുക. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ നാമേ സ്വത്രം പരീക്ഷകൾ ഒഴിഞ്ഞു പോകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഒരു ആത്മീയ സാന്നിധ്യം നമ്മുടെ അന്തരാത്മാവിൽ വെളിപ്പെടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ ആമേൻ സ്വത്രം എനിക്ക് നിൽക്കുവാൻ കഴിയാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വരരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം അതിനായി ദൈവം ഒരുക്കട്ടെ.
നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്റെ ജീവിതത്തിൽ ആമേൻ പരീക്ഷകൾ ജയിക്കുവാൻ, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ നല്ലൊരു പടയാളിയായി നിൽക്കുവാൻ ആമേൻ സ്തോത്രം, അങ്ങയുടെ ദൂതനെ എനിക്ക് വേണ്ടി അയക്കണമേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവസരം ഒരുക്കിയ ആമേൻ ഡിവൈൻ പ്രയർ മിനിസ്ട്രീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാസ്റ്റർ ജെയിംസ് മാത്യു പ്രാർത്ഥിക്കുകയും പാസ്റ്റർ മത്തായി പി തോമസ് അവരുടെ ആശീർവാദം പറയുകയും ചെയ്യാം. അനുഗ്രഹമായ ഒരു കൂടിയിലൂടെ ദൈവം നമുക്ക് രാവിലെ തന്നു. പാടി ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപ നൽകി. ആമേൻ. അനവധി വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിലെ വചനത്തിൽ കൽപ്പനയായി പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥന വലിയ വിടുതലും ജയവുമാണ്. നേരിടുന്ന പ്രലോഭനങ്ങൾ, തകർക്കുന്ന അനുഭവങ്ങൾ, പരീക്ഷകൾ, ജഡത്തിന്റെ സ്വഭാവങ്ങൾ, പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ ഒക്കെ നമ്മെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വിഷാദത്താൽ പോകുവാനല്ല, പ്രാർത്ഥനയിൽ അതിനെ ജയിപ്പാൻ അനുഗ്രഹീതമായ സന്ദേശം രാവിലെ കേൾപ്പടയായല്ലോ. കർത്താവിന്റെ ഗതസമയ പ്രാർത്ഥന ആമേ വിലപ്പെട്ട പ്രാർത്ഥനയാണ്. മുട്ടുകുത്തി ആമേ രക്തത്തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ വീഴുന്ന ആമേ ശ്രേഷ്ഠമായ പ്രാർത്ഥന അവിടെ ശിഷ്യന്മാരോട് പറയുന്നത് ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ചില പരീക്ഷകൾ മാറിപ്പോകും. ആരാണ് വലിയവർ എന്നുള്ള ചിന്തയുമായാണ് പ്രാർത്ഥിക്കാൻ വന്നത്, ആരാണ് ശ്രേഷ്ഠൻ എന്ന നിലയിലാണ് പ്രാർത്ഥിക്കാൻ വന്നത്. കർത്താവ് പറഞ്ഞു, അതെല്ലാം മാറ്റി, വിഷാദം മാറ്റി പ്രാർത്ഥിച്ചാൽ നേരിടാൻ പോകുന്ന വലിയ പരീക്ഷയിൽ നിന്ന് ജയമുണ്ടാകും. രാവിലെ സമയം ആമേൻ ദൈവം നമ്മെ വിടുവിപ്പാൻ, പരീക്ഷയിലാപ്പെടാതിരിപ്പാൻ, ജയം പ്രാപിക്കുവാൻ, ജയമുള്ളവരായി മാറുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ, ജയാളികളായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് രാവിലെ സമയം പാർപ്പിച്ചല്ലോ. അനുഗ്രഹീതമായ സന്ദേശം പറയുവാൻ കർത്താവ് ദാസനെ ബലപ്പെടുന്നതിലോ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ പോരാടി ജയം പ്രാപിക്കുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ജെയിംസ് മാത്യു പ്രാർത്ഥിക്കുകയും പാസ്റ്റർ മത്തായി പി തോമസ് അവരുടെ ആശീർവാദം പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാവിലെ സമയം തിരുമുമ്പാകെ കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഡി വാലി ക്രിസ്തുദാസൻ ജെയിംസ് പാസ്റ്ററെ ബലപ്പെടുത്തിയല്ലോ. ഈ രാവിലെ സമയം ജോയിൻ ചെയ്ത് ദൈവസന്നിധിയിൽ ശക്തമായി ദേശത്തിനും രാജ്യങ്ങൾക്കും ഇന്ത്യക്കും വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധി വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദാസിദാസന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. DPM പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെയും കർത്തൃദാസിമാരെയും ദൈവപാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഈ രാവിലെ ഞങ്ങൾ കേൾപ്പിച്ച ദൈവിക സന്ദേശത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ശത്രു ഒരുക്കി വെക്കുന്ന കെണികളെ പൊട്ടിച്ചുകൊണ്ടും ദുഷ്ടന്റെ ചങ്ങലകളെ ജയിച്ചുകൊണ്ടും മുന്നോട്ട് പോകുവാൻ ദൈവമേ, കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്, പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതത്തിന് കൃപ പകരുമാറാകുന്നതാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശക്തമായ ഗണദാസനെ വീണ്ടും കർത്താവ് ഉപയോഗിക്കുമാറാകണമേ. വചനം ക്രിയയായി, വചനം ശക്തിയായി, വചനം വിടുതലായി ഏവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ജയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അവിടുത്തെ സാന്നിധ്യത്തിന്റെ ചിറകടി ഞങ്ങളായിരിക്കുന്നു. ഒരു ദിനം കർത്താവെ സകല കാര്യങ്ങളിലും, സകല ആത്മീയ കാര്യങ്ങളിലും, സ്കൂൾ കോളേജ് തലങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, ശുശ്രൂഷയിൽ, യാത്രയിൽ, ആമേൻ, വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്നതിനും കൂടെ ഇരിക്കണം. വിശേഷാൽ ദൂരയാ ശുശ്രൂഷയ്ക്കായി കടന്നുപോയ പാസ്റ്ററേയും അനുഗ്രഹിച്ചു കർത്താവ് കൂടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം. അടുത്ത ദിനം ഞങ്ങൾ കൂടി വരുമ്പോഴേയും അത്യുന്നതന്റെ ചിറകടിയിൽ ഞങ്ങളെ മറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും കൈക്കൊണ്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അളവറ്റ സ്നേഹവും കരുതലും കൃപയും സമാധാനവും കൂട്ടായ്മയും നടത്തിപ്പും കാവലും നാം ഏവരോടും, നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, നാം കേട്ട് ഗ്രഹിച്ച തിരുവചനത്തോടും വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും DPM മിനിസ്ട്രിയോടും കൂടെയുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നും എന്നേൽക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷതയെയും
ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.